നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറാൻ ഡീല് സംഭവിച്ചതിന് ശേഷം സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. അതിൻ അഗ്രിമെൻ്റ് അത് കൺഫേം ആയി എന്നുള്ളത് തന്നെ വലിയൊരു, അതായത് രണ്ടു പേർക്കും ഇത് സൈൻ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നു എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനുശേഷം ഹോർമസ് കടലിടുക്ക് ഭാഗികമായി തുറന്നു എന്നുള്ളൊരു സംഭവം അവിടെയുണ്ട്. അപ്പോൾ ഷിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആ അഗ്രിമെൻറ്റിൻ്റെ കൺഫർമേഷൻ കൂടാണ്. നമ്മൾ സൈൻ ചെയ്യുന്നത് മാത്രമല്ല. അപ്പോൾ അവിടെ മെൻ്റലി അവർ പ്രിപ്പയർഡാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പി അത്യാവശ്യം സ്ട്രെങ്തൻ ആക്കാനുള്ള ഓരോ മെഷേഴ്സും RBI എടുക്കുന്നുണ്ട്. സോ അതും അത്യാവശ്യം ഇന്ത്യൻ റുപ്പിയെയും ഒന്ന് സ്റ്റേബിൾ ആക്കി കൊണ്ടുവരുന്നുണ്ട്. സോ ഇതൊക്കെ മൊത്തത്തിൽ ഒരു ഡേറ്റ വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സ്വിംഗ് സ്റ്റോക്സ് അവിടെ ഇട്ടിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സാണ്, നല്ല സ്റ്റോക്സാണ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് എടുക്കുക, നിങ്ങളുടേതായ അനാലിസിസ് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിനുള്ളിലും നമ്മുടെ ഗ്രൂപ്പിനുള്ളിലും അത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള റീസെൻ്റ് റെസിസ്റ്റൻസ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീസെൻ്റ് റെസിസ്റ്റൻസ് 24,000 എന്നുള്ളൊരു റീസെൻ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ ഹിറ്റ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് ഒരു 23,800 880 റേഞ്ചിനുള്ളിൽ വന്ന് അതിൻ്റെ ഏറ്റവും നല്ല ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഫോളായിരുന്നു അല്ലേ. അപ്പോൾ ഫോളിൽ ഈ ട്രെൻഡ് ലൈനിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് ഇന്ന് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെയാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഓക്കെ, തൊട്ട് താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഞാൻ പറയുന്നത് പോലെയല്ല, മാർക്കറ്റ് എങ്ങനെയാണോ ആ സമയത്ത് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നേക്കാം. ഇഫ് മാർക്കറ്റ് ക്രോസസ് എബവ് 24,000 ഓർ 24,040 മേളിൽ കയറുമ്പോൾ മാർക്കറ്റിലൊരു ബൈയിങ് സ്പ്രീ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. 24,100 24,240 എന്നിങ്ങനെ അതിന് ടാർഗറ്റ്സ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഹൈൻ്റെ അടുത്താണ് ഓപ്പൺ ചെയ്യുന്നത്. സോ അത് ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ചാർട്ട് കുറച്ചുകൂടെ ക്ലീൻ ആക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വന്ന് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ റീസെൻറ്റ് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തു, 24,000 സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഹയർ പ്രോബബിലിറ്റി ടു ബ്രീച്ച് 24,000 ഓർ 24,040 എന്നിങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് 24,100 ഓർ 24,240 റേഞ്ചിലേക്ക് പോകാനായിരിക്കും അത് ഫൈറ്റ് ചെയ്യുക. ഇൻ കേസ് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് വീണ്ടും വന്ന് ഈ ഒരു ലോ റേഞ്ച് മുതൽ ഈ ഒരു 720 വരെയുള്ള ഒരു ഏരിയയ്ക്കുള്ളിൽ മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് പോകാനോ ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു വീക്കായി ഈ ഒരു ഏരിയയിൽ നിൽക്കാനോ ഉള്ള സാധ്യതയുണ്ട്. ഇതിന് താഴേക്ക് പോകാനുള്ള റീസൺ ഇല്ല. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തിരിച്ചാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരികയും മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡലിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മേളിലേക്ക് പോയി 24,100 ഹിറ്റ് ചെയ്തിട്ട് പിന്നെ സമയമെടുത്ത് 24,240 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മാർക്കറ്റ് കാണിച്ചു തരുന്നത്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. മാർക്കറ്റിൽ ബാങ്കിങ് സെക്ടേഴ്സ്, ഓക്കെ, നമുക്ക് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ബാങ്കിങ് സെക്ടറിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പകരം ഒരു ബൈയിങ് സ്പ്രീ ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കയറാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് അനാലിസിസ് ചെയ്യുക. മാർക്കറ്റ് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഡേറ്റ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു
പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിനെ വെറുതെ പോയി ഷോർട്ട് ചെയ്യാതിരിക്കുക. റെസിസ്റ്റൻസിൻ്റെ മേളിലാണെങ്കിൽ ഒരിക്കലും ഷോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. എസ് ബി ഐ ആയിട്ടില്ല, 1040 മേളിലൊക്കെ എസ് ബി ഐയിൽ നല്ല ബൈയിങ് മൊമെൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.